നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ഒരുമിച്ചുള്ള ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നെടുത്ത ഫോട്ടോ പുറത്തുവിട്ട് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രത്തിൽ മുഖ്യമന്ത്രിക്ക് ദുരൂഹത തോന്നുമ്പോൾ ഈ ചിത്രത്തിലും ദുരൂഹത തോന്നേണ്ടതല്ലേ എന്നാണ് ഷിബു ബേബി ജോണിൻ്റെ ചോദ്യം. ഈ സൗഹൃദ കൂട്ടായ്മയുടെ ഉദ്ദേശം എന്തായിരുന്നുവെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഇരുത്തി എന്താണ് ചർച്ച ചെയ്തതെന്നും അത് കടകംപള്ളിയും സർക്കാരും വ്യക്തമാക്കണമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്ത്. ആംബുലൻസ് കൈമാറ്റ ചടങ്ങിലെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സെക്രട്ടേറിയറ്റിലായിരുന്നു ആഗസ്റ്റ് 20 പരിപാടി. ഈ പരിപാടിയുടെ ഫോട്ടോ വക്രീകരിച്ചെന്നായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഫോട്ടോ വിവാദത്തിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ഡി മണിയെ തന്നെയാണെന്ന് ചിത്രങ്ങൾ കണ്ട് ഉറപ്പുവരുത്തി പ്രവാസി വ്യവസായി. SIT കണ്ടത് താൻ കണ്ട ഡി മണിയെ തന്നെയെന്ന് ഉറപ്പിച്ചു പറയുകയാണ് പ്രവാസി വ്യവസായി. വ്യവസായിയിൽ നിന്നും അന്വേഷണ സംഘം വീണ്ടും മൊഴിയെടുക്കും. താൻ ഡി മണിയല്ല എന്നും MS മണിയാണെന്നുമാണ് മണിയുടെ വാദം. പോലീസ് അന്വേഷിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും MS മണി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മണിക്ക് SITയുടെ നോട്ടീസ്. MS മണി എന്ന ആൾക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് അയച്ചത്. തിരുവനന്തപുരത്ത് നേരിട്ട് ഹാജരാകണം എന്നാവശ്യപ്പെട്ടാണ് SITയുടെ നോട്ടീസ്. എന്നാൽ നോട്ടീസ് നൽകിയിട്ടില്ലെന്നാണ് മണി പറയുന്നത്. മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ DCC പ്രസിഡന്റും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് കോർപ്പറേഷൻ കൗൺസിൽ ലാലി ജെയിംസിനെ കോൺഗ്രസ് പാർട്ടി അംഗത്വം നിന്ന് സസ്പെൻഡ് ചെയ്തു. DCCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ KPC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് നടപടി സ്വീകരിച്ചത്. പണം വാങ്ങിയാണ് മേയർ സ്ഥാനം വിറ്റതെന്ന് ലാലി ജെയിംസ് ഇന്നലെ ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു. കോർപ്പറേഷൻ ഭരണം നേടി അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ അഴിമതിയാണെന്ന് തങ്ങളുടെ മുഖ്യ അജണ്ടയെന്ന് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വം തെളിയിച്ചതായി CPM സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. തൃശൂർ മേയർ സ്ഥാനത്തിന് വേണ്ടി കോഴ ഇടപാട് നടന്നതായിട്ടുള്ള ലാലി ജെയിംസിന്റെ വെളിപ്പെടുത്തൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടു CPI തൃശൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീയിലേക്ക് വീട്ടിലെത്തിക്കണ്ട് തിരുവനന്തപുരം മേയർ VV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും. മേയർ സ്ഥാനം നഷ്ടപ്പെട്ട അതൃപ്തിയുള്ള ശ്രീയിലേക്ക് അനുനയിപ്പിക്കാനാണ് BJP നേതൃത്വത്തിന്റെ ശ്രമമെന്നാണ് വിവരം. ഇന്നലെ രാവിലെ മേയറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാകും മുമ്പ് ശ്രീയിലേക്ക് മടങ്ങിയിരുന്നു. അതേസമയം പ്രധാന നേതാക്കളെ കാണുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം എന്നാണ് VV രാജേഷിന്റെ വിശദീകരണം. പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ പോയി കാണുന്നുണ്ടെന്നും ഇവിടെ നിന്നാണ് തുടക്കമെന്നും രാജേഷ് പ്രതികരിച്ചു. തൊടുപുഴ നഗരസഭയിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പും കോൺഗ്രസിൽ തർക്കം. കോൺഗ്രസിന് അധ്യസ്ഥാനം കിട്ടുന്ന ടേണിൽ ലിറ്റി ജോസഫിന് ചുമതല കൊടുക്കണമെന്ന് മിനിറ്റ്സിൽ ബ്ലോക്ക് പ്രസിഡന്റ് എഴുതി ചേർത്താണ് വിവാദമായ സംഭവത്തിൽ അമർഷം രേഖപ്പെടുത്തിയ DCC പ്രസിഡന്റ് മിനിറ്റ്സ് തിരുത്താൻ നിർദ്ദേശം നൽകി. ബ്ലോക്ക് പ്രസിഡന്റ് നീക്കത്തിന് KPC പരാതി നൽകുമെന്ന് കോൺഗ്രസ് കൗൺസിലറും KPC ജനറൽ സെക്രട്ടറിയായ നിഷ സോമൻ അറിയിച്ചു. പാലക്കാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിടെ UDF കൗൺസിലർ പ്രശോഭനെ വോട്ടെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തി. കൗൺസിൽ ഹാളിൽ വോട്ടർ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ വൈകിയെത്തിയെന്ന കാരണത്തിലാണ് മാറ്റി നിർത്തിയത്. കൗൺസിൽ യോഗം ചേർന്ന് മിനിറ്റുകൾ വൈകി 2:37 അദ്ദേഹം ഹാളിലെത്തിയത്. BJP അംഗങ്ങളെ എതിർപ്പുമായി രംഗത്ത് വന്നതോടെ റിട്ടേണിംഗ് ഓഫീസർ ഇദ്ദേഹത്തോടെ പുറത്തുപോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പുതുതായി 5030 ബൂത്തുകൾ രൂപീകരിച്ചാൽ പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും പരാതി. ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ പാലിക്കാതെയാണ് ബൂത്തുകൾ തിരിച്ചതെന്നാണ് പരാതി. ചിലയിടങ്ങളിൽ ഒരു വീട്ടിലെ വോട്ടർമാർ തന്നെ 2 ബൂത്തിലാകുന്ന സ്ഥിതിയുണ്ടെന്നും ആക്ഷേപമുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ചെയർമാൻ സ്ഥാനം ജനറൽ ആയിരുന്നിട്ടും വനിതാ ചെയർപേഴ്സൺ ആക്കി പുതുചരിത്രം കുറിച്ച് CPI. വൈസ് ചെയർപേഴ്സൺ സ്ഥാനം വനിതാ സംവരണമായോടെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും വനിതകളായി മാറി. കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സണായി ഹണി പീതാംബരനെയും വൈസ് ചെയർപേഴ്സണായി സുമിത നിസാബിനെയും തെരഞ്ഞെടുത്തു. പെരുമ്പാവൂർ നഗരസഭ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എൽദോസ് കുന്നപ്പള്ളി MLAക്ക് MLA ഓഫീസ് നഷ്ടമായി. കെട്ടിട ഉടമയുടെ ഭാര്യ നഗരസഭയെ UDF സ്ഥാനാർത്ഥിയായി ജയിച്ചിരുന്നു. ഇവരെ ചെയർപേഴ്സൺ ആക്കണമെന്ന ആവശ്യം നടപ്പാകാതെ വന്നതോടെയാണ് MLA ഓഫീസ് എൽദോസ് കുന്നപ്പള്ളിക്ക് നഷ്ടമായത്. MLA ഓഫീസിന്റെ ബോർഡ് ഇളക്കി മാറ്റി. ഇവിടുത്തെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചാണ് കെട്ടിട ഉടമ അരിശം തീർത്തത്. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തോൽവികൾ നേരിടുന്ന ഇന്ത്യ സഖ്യത്തിൽ തുടരുമെന്ന് CPM-ൽ പുനരാലോചനയെന്ന് റിപ്പോർട്ടുകൾ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സഖ്യത്തിൽ തുടർന്നാൽ അർത്ഥമില്ലെന്നാണ് ഇന്നലെ ചേർന്ന പൊളിറ്റ് ബ്യൂറോ യോഗത്തിലെ വികാരമെന്നതാണ് വിവരം. കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ നടക്കാനിരിക്കുകയാണ്. മുന്നണിയിൽ തുടരണമോ എന്ന് പാർട്ടിയിൽ ആലോചന വരുന്നു. അതേസമയം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് വിശദമായ ചർച്ച ഇന്നലത്തെ യോഗത്തിൽ നടന്നില്ലെന്നാണ് വിവരങ്ങൾ. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ലഹരി മരുന്ന് ഉപയോഗിച്ചാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാനത്ത് IT കമ്പനികളുമായി സഹകരിച്ചാണ് കേരള പോലീസ് പ്രിവെൻഷൻ ഓഫ് ഡ്രഗ്സ് അബ്യൂസ് എന്ന പദ്ധതിക്ക് നടപ്പിലാക്കുന്നത്. പദ്ധതിയിൽ സഹകരിക്കുന്ന സ്ഥാപനങ്ങൾ ലഹരി പരിശോധന തുടർച്ചയായി നടത്താനും പിടിക്കപ്പെടുന്നവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. തലസ്ഥാനത്ത് ആദ്യമായി മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് BJP കൗൺസിലർമാർ തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ
മാരാർജി ഭവനിൽ മുൻപുള്ള ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ച് മുൻ BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ഔദ്യോഗിക വാഹനങ്ങളുടെ ചിത്രം പങ്കുവച്ച് കട്ട വെയിറ്റിംഗ് കേരള സ്റ്റേറ്റ് 1 എന്നാണ് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത്. ബെപ്കോയിൽ റെക്കോർഡ് മദ്യവിൽപ്പന. ക്രിസ്മസ് വാരത്തിൽ 332.62 കോടി രൂപയുടെ വിൽപ്പന നടന്നെന്ന് കണക്കുകൾ. ക്രിസ്മസ് വാര വിൽപ്പനയായി കണക്കാക്കുന്ന ഡിസംബർ 22 മുതൽ 25 ദിവസങ്ങളിലാണ് വിൽപ്പനയാണ്. അതിലെ വലിയ വർധനമാണ് ഇക്കോറി ഉണ്ടായിരിക്കുന്ന കണക്കുകൾ പ്രകാരം. കഴിഞ്ഞ വർഷത്തേക്കാൾ 19% വർധനമാണ് ഉണ്ടായത്. ഡിസംബർ 24 വൈകുന്നേരമാണ് വലിയ വർധന ഉണ്ടായത്. ഇടുക്കി മേരിക്കുളത്തിന് സമീപം മദ്യലഹരിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തി ഡോർലാൻഡ് ഭാഗത്ത് താമസിക്കുന്ന പുള്ളിക്ക മണ്ഡപത്തിൽ റോബിൻ തോമസ് ആണ് മരിച്ചത്. പ്രതിയെന്ന് സംശയിക്കുന്ന റോബിൻ്റെ സുഹൃത്ത് സോജനെ ഉപ്പുതറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ UDFിൽ തർക്കം രൂക്ഷം. പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയുമായി ബന്ധപ്പെട്ടാണ് തർക്കം. 2.5 വർഷം പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന മുസ്ലിം ലീഗ് മുന്നിൽ ആവശ്യപ്പെട്ടിരുന്നാൽ പ്രസിഡന്റ് പദവി പങ്കുവെക്കില്ലെന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനം മാത്രമേ നൽകൂവെന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട്. കോൺഗ്രസ് നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത സാഹചര്യത്തിൽ നാളെ നടക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ഫസൽ വധക്കേസ് പ്രതിക്കാരനായ ചന്ദ്രശേഖരൻ തലശ്ശേരി നഗരസഭാ ചെയർമാൻ 51 അംഗ കൗൺസിൽ 32 വോട്ട് നേടിയാണ് ഫസൽ വധക്കേസിലെ 8ാം പ്രതി ജാമ്യത്തിൽ കഴിയുന്ന ചന്ദ്രശേഖരൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. 2013 മുതൽ കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് അറസ്റ്റിലായ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ജാമ്യത്തിലാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.